ഞങ്ങളിപ്പോൾ ഉള്ളത് കരിപ്പൂർ വിമാനത്താവളത്തിലാണ്. അതെ ഗൈസ്, ജീവിതത്തിൽ ആദ്യമായി ഞങ്ങൾ ഞങ്ങളല്ല, ഞാൻ വിമാനം കയറാൻ വേണ്ടി വന്നേന്. അപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് നമ്മളെ ചാമ്പി ഗൈസ്. ഇവിടെ ഭയങ്കര തല്ലുംപിടി അലമ്പ് സീനൊക്കെ ഉണ്ട്. 12:45 ഉച്ചയ്ക്ക് 12:45 ഫ്ലൈറ്റ് 7 മണിക്ക് എടുക്കുക. അപ്പോൾ ചോദിച്ചപ്പോൾ ടെക്നിക്കൽ ഇഷ്യൂ ആണ്, എഞ്ചിനിലുള്ളത് കരിമ്പോക്കൊക്കെ പോകണ്ടെന്നൊക്കെ പറയണേ. അപ്പോൾ ഇവിടെ ചെക്കന്മാർ കണ്ണൂരിൽ നിന്നും പൊന്നാനിയിൽ നിന്നും കാസർഗോഡ് നിന്നൊക്കെ വന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഭയങ്കര അലമ്പ് സീനാണ് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾക്ക് എയർ ഇന്ത്യ അല്ല അവരെ ഈ എയർപോർട്ടിൻ്റെ ആകെ എന്തോ റൂമും ഫുഡൊക്കെ സെറ്റാക്കി തരാറുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാണ്. ഓക്കെ, ഇതൊരവസ്ഥ അല്ലേ. എയർപോർട്ടിൽ നിന്ന് നേരെ ഒരു ബസ്സിൽ കയറ്റി വിട്ട് ഒരു എന്താ പറയുക റൂമും ഫുഡൊക്കെ സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോവാണ്. ആദ്യമായിട്ട് വിമാനം കാണാൻ വന്ന അവസ്ഥയാണിത്, വിമാനം കയറാൻ വന്നൊരവസ്ഥയാണിത്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് കീസ് ഹോട്ടലിലാണ്. എയർ ഇന്ത്യ നമുക്ക് ഇവിടെയാണ് റൂം സെറ്റ് ചെയ്ത് തന്നത്. അപ്പം നമുക്ക് കഴിക്കാൻ നല്ല ചപ്പാത്തി, അതേപോലെ നെയ്ച്ചോറ്, ചിക്കൻ കറി തുടങ്ങി എല്ലാ സാധനങ്ങളും ഉണ്ട്. വെറുതെ കിട്ടിയതായതുകൊണ്ട് ഞാൻ നല്ല അടിച്ചു കയറി. അങ്ങനെ ഒരു കരിപ്പൂരിൽ നിന്ന് നേരെ എത്തിച്ചത് പാളയത്ത് കാലിക്കറ്റ് ഗേറ്റിൽ. പക്ഷേ ഹോട്ടൽ അടിപൊളിയാട്ടോ, ഹോട്ടൽ അടിപൊളിയാണ്, ഫുഡ് അടിപൊളിയാണ്, ഒക്കെ അടിപൊളിയാണ്. പക്ഷെ എന്താ അറിയോ, കുറെ ഇപ്പം എൻ്റെ കൂടെ വന്നവർ കുറേ ആൾക്കാർ പറഞ്ഞ് ഇപ്പോൾ ഷാർജയിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ട് അവർക്ക് നാളെ പണിക്ക് കയറുള്ള ആൾക്കാരാണ്. അപ്പോൾ ഓരോ എല്ലാ കണക്കൂട്ടിലും തെറ്റിയിട്ടുണ്ടാവും, എല്ലാം തെറ്റി. കാരണം പാലക്കാട് നിന്നൊക്കെ ട്രാവൽ ചെയ്ത് ഇതുവരെ വന്ന് കരിപ്പൂരിക്ക് വന്ന്, കരിപ്പൂരിൽ നിന്ന് പിന്നെ ട്രാവൽ ചെയ്ത് കോഴിക്കോടേക്ക് വന്ന്, കോഴിക്കോട് നിന്ന് ഇനി ഫ്ലൈറ്റ് ഇറങ്ങി തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണം. അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി നേരെ ഷാർജയ്ക്ക് ഇറങ്ങണം, ഷാർജയിൽ നിന്ന് ഇനി ഓടണം. നിങ്ങൾ ആലോചിക്കുന്നതിന് നാളെ പണിക്കും കയറണം. ഇതൊക്കെയാണ് അവസ്ഥ. ഇതൊക്കെ ആരോടെ പറയാ ഈ സങ്കടമൊക്കെ? ഞമ്മക്ക് പ്രശ്നമില്ല, ഞാൻ എൻ്റെ കാര്യമല്ല പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് പോണത്, ഞാൻ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആയിപ്പോയി. അതന്നെ കുറെ ഞാൻ കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടതിൽ 1-2 ആൾക്കാർ 7-8 വർഷമൊക്കെ ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ഫസ്റ്റത്തെ അനുഭവമാണ് ഇങ്ങനെ. പക്ഷേ ചില ആൾക്കാർക്ക് എയർ ഇന്ത്യൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ ഡിലേൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്ര വലിയ ഡിലേ പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കും, 12:45 ഉച്ചയ്ക്ക് 12:45 ഫ്ലൈറ്റ് വൈകുന്നേരം 7 മണിക്ക്. ഭയങ്കര ഡിലേ. ഇത് എന്താ എന്നിട്ട് ഒരു ദിവസം പോക്കി സത്യം പറഞ്ഞാല്. എങ്ങനെ വെച്ചാല് ഒരുപാട് സംസാരിച്ചതിന്റെ ശേഷമാണ് ഒരു ഇങ്ങനെ റൂമും അക്കോമഡേഷനും ഫുഡും ഒക്കെ തരാന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഒരു ആശ്വാസം ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ മീഞ്ചന്ത അവിടെ ഇവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ട്. ഞാൻ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് എപ്പോഴാണ് അവിടെ എത്തുന്നതെന്ന് പഠിച്ചവനാണ്. ഇവരൊന്ന് കാണാൻ കഴിയില്ല വെച്ചില്ല. ഞാൻ ആ വിഷമത്തിൽ ഞാൻ ഡിലേ ആണപ്പോൾ ആദ്യം എല്ലാവരും വിളിച്ചു, നാട്ടിൽ ചെക്കന്മാരൊക്കെ വിളിച്ച്. അങ്ങനെ ശശിക്ക് ഇവിടെ തന്നെ വർക്ക് ചെയ്യണം. അങ്ങനെ ശശിനെ കാണാൻ ഓടി വന്ന് ഒക്കെ വരുമ്പോൾ. സോ ഗൈസ്, ഞാൻ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ എന്താ പറയുക എയർപോർട്ടിൻ്റെ ഉള്ളിലായിട്ടുള്ളത്. ഇവിടെ എല്ലാവരും ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിപ്പാണ്. നമുക്ക് അവിടെ നിന്നാണ് എമിഗ്രേഷൻ കഴിഞ്ഞത്. എമിഗ്രേഷൻ കഴിഞ്ഞിട്ടാണ് എന്താ പറയുക നമ്മളെ ബാഗിൽ ഇതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും സ്നാപ്പിളുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മളെ കയറ്റി വിടുക. ഞാൻ ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണ്. ഞാൻ ഇത് പറയണത് എന്താ വെച്ചാൽ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അനുഭവം. പിന്നെ അതേപോലെ ഇവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിൻ്റെ ഉള്ളിൽ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് സിം കാർഡ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പം എന്ത് വില വരുമെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കുന്നില്ല. പിന്നെ അതേപോലെ ഇവിടെ കുറേ ഷോപ്പുകളുണ്ട്. ഇതിൻ്റെ അകത്ത് എന്താ പറയുക അപ്പോളോൻ്റെ ഫാർമസി ഉണ്ട്. അപ്പോൾ ഞാനൊക്കെ നാട്ടിൽ നിന്ന് വെറുതെ കുറേ പൈസയും കൊടുത്ത് മരുന്ന് വാങ്ങിക്കൊണ്ടു. ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല വിലയായിരിക്കും, അറിയില്ല എന്താ അവസ്ഥ അറിയില്ല. ഗൈസ്, ഞാൻ വരുന്ന വഴിക്ക് ഈ എക്സ്പ്രസ്സോ എന്ന് പറഞ്ഞിട്ടൊരു ഇവിടെ കയറിയാണ്ട് ഒരു കോഫി അടിച്ചിട്ടോ 270 ഉറുപ്പ്യ. ഒന്നും നോക്കിയില്ല. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ വിമാനത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇതാണ് എയർ ഇന്ത്യൻ്റെ ഡോറ്. നമ്മൾ വിമാനത്തിൻ്റെ ഉള്ളിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. പെയിൻ്റൊക്കെ അടിച്ചിട്ടല്ലോ അവിടെ. അങ്ങനെ ഗൈസ്, ജീവിതത്തിൽ ആദ്യമായി ഞാൻ വിമാനത്തിൻ്റെ അകത്ത് കയറിട്ടോ. ഞാൻ വിൻഡോ സീറ്റിലാണ് ഇരിക്കുന്നത്. വിമാനത്തിലെ ചിറക് നമുക്ക് കാണാം. പോണ വഴിക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ആ സുന്ദരിയായിട്ടുള്ള ചേച്ചി നമുക്ക് പറഞ്ഞു തരണം കേട്ടോ. വലിയ ലാഗ് അടിപ്പിക്കാണ്ട് വിമാനം പൊന്തുമ്പോൾ മനസ്സിൻ്റെ അകത്തൊരു കുളിരുണ്ടായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ സാധാ മെട്രോയിലും ബസ്സിലൊക്കെ ഇരിക്കുന്ന അതേ ഫീലാണ് കിട്ടിയത്. മേഘം ഇങ്ങനെ ചിറകുമ്പോൾ തട്ടിയിട്ടാണ് ചെറിയ കുലുക്കുണ്ടായിട്ട്. അങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ കറക്റ്റ് സമയത്ത് വെള്ളക്കുപ്പയായിട്ട് ദേവദൂതനെ പോലെ ചേട്ടൻ എത്തിയിട്ടോ.
കുപ്പി മൊത്തം കുടിച്ച് കാലാക്കിയപ്പോൾ മൂത്രം ഒഴിക്കാനും മുട്ടി. അപ്പോൾ പിന്നെ ടോയ്ലറ്റ് ടൂർ നടത്താമെന്ന് കരുതി. ഇതാണ് നമ്മുടെ എയർ ഇന്ത്യൻ്റെ ഉള്ളിലെ ടോയ്ലറ്റ്. സ്പേസ് വളരെ കുറവാണെങ്കിലും വിശാലമായിട്ട് കാര്യങ്ങളൊക്കെ സാധിക്കാൻ ഇതന്നെ ധാരാളം. കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹം വിമാനത്തിനുള്ളിൽ മൂത്രമൊഴിക്കണം എന്നുള്ളത്, അതും ഞാനത് സാധിച്ച്. ഫ്ലഷ് അടിച്ച് കുറച്ച് കഴിഞ്ഞാൽ ഒരു 5-6 സെക്കൻഡ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ശബ്ദം ക്ലോസറ്റിനുള്ളിൽ വരും കേട്ടോ. ഇതൊക്കെയാണ് ടോയ്ലറ്റിലെ വിശേഷങ്ങൾ. എല്ലാ ടോയ്ലറ്റിലുള്ള പോലെ തന്നെ ഒരു മെറ്റാലിക് വാഷ് ബേസിൻ, പിന്നെ ടിഷ്യൂ പേപ്പർ. കഴുകുന്നവർക്ക് കഴുകാം, തുടയ്ക്കുന്നവർക്ക് തുടയ്ക്കാം. കുറേ നേരം ആകാശത്ത് ശൂന്യതയായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ വെട്ടം വെളിച്ചം വരാൻ തുടങ്ങി. നാടും വീടും വീട്ടുകാരും വിട്ടുവന്ന ഒരു കൂട്ടം ജനത മരുഭൂമിയിലെ മണലാരണ്യത്തിൽ കെട്ടിപ്പടുത്ത മഹാത്ഭുതം ഞാൻ എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് വിമാനത്തിന്റെ ജനലഴികളിലൂടെ കണ്ടു. വിമാനം ടേക്ക് ഓഫ് ചെയ്തപ്പോൾ കിട്ടിയ അതേ കുളിര് വിമാനം ലാൻഡ് ചെയ്തപ്പോഴും കിട്ടി. തൊട്ടടുത്ത എയർ അറേബ്യൻ്റെ ഒരു അടിപൊളി ഫ്ലൈറ്റ് കിടക്കണ്ടേനി. പൈസ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ അത് വാങ്ങിണ്ടേ. വേറൊരു രാജ്യത്തെ എയർപോർട്ട് ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ എനിക്ക് ചെറിയൊരു പേടിണ്ടായിരുന്നു. അങ്ങനെ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ഷാർജയിലാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. എന്താ പറയുക, ഫസ്റ്റ് ടൈമാണ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസിന്. ഇറ്റ്സ് വെരി വെരി ബ്യൂട്ടിഫുൾ. പിന്നെ ആകെ അന്താളിപ്പിലാണ്, എന്താ ചെയ്യണമെന്നൊരു കൊടുത്തില്ല. അപ്പോൾ നമ്മളെ ഷബീർക്ക കൂട്ടാൻ വന്നത്. ഷബീർക്ക എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇതാണ് സ്ട്രീറ്റ് ലൈറ്റ് ടോക്സ്. ഷാർജയിൽ നട്ടുച്ചയ്ക്ക് എത്തേണ്ടതായിരുന്നു, പക്ഷേ നമുക്ക് എത്താൻ പറ്റിയില്ല. ഫ്ലൈറ്റ് വളരെ ഡിലേ ആയിപ്പോയി. അപ്പം ഇനി പകൽ വെളിച്ചത്തിൽ കാണാം. ഹായ് ഗൈസ്, ഒരുപാട് നാളിന് ശേഷമുള്ള എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദർശ്, എൻ്റെ കൂടെ ജുറൈജിക്ക് ഉണ്ട്. അപ്പോൾ ഞാനും ജുറൈജിക്കും കൂടി ഇന്ന് ദുബായിലെ തെരുവുകളിലൂടെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പം ദുബായിലെത്തിയപ്പോഴാണ് സത്യം പറഞ്ഞ എൻ്റെ കിളി പോയത് കേട്ടോ. കാരണം എന്താ പറയുക, നമ്മൾ ടി വിയിലും ഫോണിലും പിന്നെ ഓരോ ഫ്രെയിമിലൊക്കെ കണ്ട സാധനങ്ങളാണ് നമ്മളെ മുന്നിൽ കൂടെ അങ്ങനെ പോണത്. അപ്പോൾ ഭയങ്കര കൗതുകം, ഭയങ്കര ആശ്ചര്യം. പിന്നെ അവിടെ ഫുള്ള് മലയാളീസാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ദുബായിലുള്ള കരാമ പാർക്കിലാട്ടോ. ഇതിൻ്റെ നേരെ മുമ്പിലൊരു സംഭവമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ദുബായ് ഫ്രെയിം. ദുബായിലുള്ള എല്ലാവർക്കും അറിയാം, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിന് നേരെ ബാക്കിൽ നമുക്ക് ബുർജ് ഖലീഫാണ് കേട്ടോ. നമ്മളെന്തായാലും ഒരു ദിവസം ബുർജ് ഖലീഫും കാണാൻ പോകും. ഏതായാലും ഇവിടേക്ക് കയറിയല്ലേ അല്ലേ. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാനും തോന്നുന്നില്ല, ഇങ്ങനെ വെറുതെ നടക്കാൻ തോന്നുന്നില്ലേ കാഴ്ചകളൊക്കെ കണ്ട്. അപ്പോൾ ഏതായാലും നമുക്കൊരു വ്ളോഗുള്ളതല്ലേ, നിങ്ങളെ കൂടി കാണിക്കുക വിചാരിച്ച്. കുറേ ആൾക്കാർ കണ്ടതാട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ദുബായിൽ, അതിൻ്റെ ഒരു കുന്തളിപ്പാണ്. പിന്നെ ഇവിടെ കുറേ ഇങ്ങനെ വീഡിയോസ് എടുക്കണമൊക്കെ കുറേ പ്രോഹിബിറ്റഡാണ് തോന്നുന്നുണ്ടല്ലേ. എടുക്കുക, പക്ഷേ ഇതേമാതിരി വലിയ ഓവറാക്കി സെറ്റപ്പ് ആക്കിയാൽ ചിലപ്പോൾ സീനാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ വ്ളോഗിങ്ങിനൊക്കെ ലൈസൻസ് ആവശ്യമുണ്ട് തോന്നുന്നുണ്ട്. കംപ്ലീറ്റ് മലയാളീസ്, തമിഴന്മാർ, മീൻസ് ഇന്ത്യക്കാർ, ഫുൾ ഇന്ത്യക്കാരാണ്. പിന്നെ പാർക്ക് വേറെ ഒരു രക്ഷയില്ല കേട്ടോ, വൈബോസ്കി പാർക്കാണ്. പിന്നെ ഇവിടെ ജോലിക്ക് വരണവർ കുറേ ആൾക്കാർ എന്താ പറയുക, ക്രിക്കറ്റ് കളിക്കുക, അതേപോലെ കുറേ കായികപരമായും റിലാക്സായും ഒക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് അങ്ങനെ നടക്കുന്ന ഒരു സ്പേസാണിത്. എന്തായാലും ഇതൊക്കെ കാണാൻ പറ്റുമെന്ന് ഞാൻ ജന്മത്തെ പോലും വിചാരിച്ചില്ല.